ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അതെ, മിയ അതല്ല, ഫസ്റ്റ് ഗേളിൻ്റെ പേരാണ് മിനി, രണ്ടാമത്തെ മകളുടെ പേരാണ് മിയ. അതെ, ഹീറോയുടെ ചേട്ടൻ്റെ വൈഫിൻ്റെ പേരാണ് മിയാത്ത്. അതുകൊണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി, ഓക്കെ, നമുക്ക് പോവാ പറഞ്ഞു. അതെ, ഡിസംബർ കാണും, പ്ലീസ് പ്ലീസ് എനിക്കൊരിക്കൽ കാണണം എന്ന് മിയാനോട് പറയാറ്. മിയ ശരിടി, ടെൻഷൻ കണ്ട എന്ന് പറയായിരുന്നു. അതെ, മിയാക്ക് പറഞ്ഞാൽ മിയ പറയായിരുന്നു. ശരി, ഓക്കെ, നോക്കാമെന്ന്. അത് ഡിസംബർ കാണാൻ വേണ്ടി എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് മിയാക്ക് കേൾക്കായിരുന്നു. ഓക്കെ എന്ന് പറയായിരുന്നു. ശരി, നമുക്ക് ട്രിപ്പ് പോവാം, ഗേൾസൊക്കെ അറിയായിരുന്നു. ഹിരൺ ചേട്ടൻ പറയായിരുന്നു. എന്താ നീ പറയുന്നത് എന്ന് വലിയ ചേട്ടൻ പറയാം. പ്ലീസ്, ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് വരാം. മിയ എന്താ? ശരി, ഓക്കെ, ഇവൾക്ക് കോളേജ് ലീവ് കിട്ടിയിട്ടുണ്ടോ? നീ ഇവിടെ വിളിച്ചോണ്ട് പോയിക്കോ. താങ്ക് യു എന്നെ മിയ ഹാപ്പിയിൽ പറയായിരുന്നു. അതുകൊണ്ട് ശരി, മിയ പറയായിരുന്നു. ശരി, അങ്ങ് പോയിട്ട് വരാം. പിന്നെ ബേബീസ് പറയാം, മമ്മി ഞങ്ങൾ കൂടെ വരാം. ശരി, ഓക്കെ എന്ന് പറയുന്നത്. അവനായിട്ട് നിങ്ങൾ വരുന്നില്ലേ? ഇല്ല അമ്മ, എനിക്ക് ഭയങ്കര ബിസി ഉണ്ടോ, ഇവിടെ ഓഫീസിൽ ജോലിയുണ്ട് എന്ന് പറയായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഹീറോയുടെ രണ്ട് ഫ്രണ്ട്സിന് ഹീറോ എടുത്ത് വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. കീർത്തിയും അനുവും. പ്രിയ പറയായിരുന്നു. ശരി, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പിയിൽ പോയായിരുന്നു. അതുമാത്രമല്ല, ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ അർജുൻ പറയായിരുന്നു. ഞാനും കൂടെ തന്നെ എന്നെ മറന്നു. ആദ്യം അർജുൻ പറയായിരുന്നു. അങ്ങനെ അവറ് വിളിച്ചായിരുന്നു. മിയൊക്കെ എല്ലാവരും അറിയും, ഹീറോയിൻ്റെ ഫ്രണ്ട്സ്. അവർ പറഞ്ഞത് മിയ റിച്ചാണ്, അതുകൊണ്ട് ശരി, ഓക്കെ, അർജുൻ ആദ്യം അവർ വന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി. അതിനായിട്ട് കുറേ ഇറങ്ങി. മിയ പറഞ്ഞു. ശരി, വാ വീട്ടിലേക്ക് വന്നു. മിയാൻ്റെ വീട്ടിൽ മിയ പറയായിരുന്നു. വാ ഞങ്ങൾ വീട്ടിൽ മിയ പറയാനായിരുന്നു. ശരി, ഓക്കെ, നമുക്കിവിടെ ഗസ്റ്റ് ഹൗസ് താമസിച്ച് സംസാരിക്കാം എന്ന് പറയുന്നത്. ഇവിടെ അടുത്താണ്, അപ്പോൾ ഇതാണ് പറയായിരുന്നു. ഈ സൈഡാണ് PTS നമ്പറുള്ളത്. എനിക്ക് ആ പ്ലേസ് അറിയാൻ സെക്രട്ടറി വെച്ച് കേട്ടുകൊണ്ട് പറഞ്ഞായിരുന്നു. ഇവിടെ സംശയം, ഇവിടെയാണ് PTS നമ്പർ ഉണ്ടോ. ഇത് ടോർച്ചൊന്നും ചെയ്യണ്ട, ദൂരെ നോക്കി മതി, മനസ്സിലായോ? ശരി, ഓക്കെ എന്ന് സമ്മതിച്ചായിരുന്നു നമ്മൾ ഹീറോ. എങ്ങനെ അവിടെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോ ജോളിയായിട്ട് ഫ്രണ്ട്സോടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. അങ്ങനെ മുകളിൽ നിന്ന് ഹീറോ നോക്കായിരുന്നു. അതെ, ഹീറോ ഈ ഫോട്ടോ കാണുമ്പോൾ മതി സാരി എടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ മിയ പറയായിരുന്നു. ശരിടി, ഞാൻ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. ബാക്കി ഒമ്പറെല്ലാം നന്നായിട്ട് ഉറങ്ങുമായിരുന്നു. അവർക്ക് നൈറ്റായിരുന്നു. അതെ, മിയ വെളിയിൽ ഹീറോ വെളിയിൽ വന്നു. മിയ പോയായിരുന്നു. മിയ അല്ലേ ഹീറോ വെളിയിൽ വന്ന് നോക്കുമ്പോൾ നന്നായിട്ട് 7 മെമ്പേഴ്സ് കൂടുകൂടി ഓടാൻ തുടങ്ങിയിരുന്നു. ഈ എവിടേക്കാണ് ഇവർ ഓടുന്നത് എന്ന് നോക്കായിരുന്നു. ദൂരത്തിലെ ഓടി വരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ 7 മെമ്പർ മതിൽ ചാടി. ഇത് ഹീറോയ്ക്ക് പേടിച്ചോക്കായിരുന്നു. ഷോക്കായിട്ട് നോക്കായിരുന്നു. ഇവർക്ക് കൂടി ഓടിയാണ്. ഹീറോയിന് സത്യമായിരുന്നു. എന്ന് ഷോക്കായിട്ട് വെച്ചിടക്കായിരുന്നു. അപ്പോൾ ജങ്കൊക്കെ ഒന്നും കൈ വെച്ചായിരുന്നു. എല്ലാവർക്കും തോന്നുന്നു ഹീറോയിൻ ഷോക്കായിരുന്നു. വെച്ചിടൊക്കെ പോയത് ജങ്കൊക്കെ കൈ വെച്ചു. ഹീറോയിൻ സ്റ്റോപ്പ് പറയായിരുന്നു. അന്ന് ഹീറോയിൻ വെളിയിൽ വന്നായിരുന്നു. നന്നായിട്ട് എല്ലാവരും ഹീറോയിനെ വിളിച്ചോണ്ട് അകത്തിടുന്നായിരുന്നു. നിങ്ങൾ മിയൊക്കെ ഹീറോയ്ക്കൊക്കെയായിരുന്നു. കൊറിയയിലും കേൾക്കായിരുന്നു. അതുകൊണ്ട് കൊറിയയിൽ പറയായിരുന്നു. പിന്നെ അകത്ത് വാന്ന് പറയായിരുന്നു. മാസ്ക് കുറിയായിരുന്നു 7 വരെ. ഇതോടെ ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഫസ്റ്റ് ജിമിൻ മാസ്ക് കുറിയാണ് ടയർഡായിട്ട്. ഇതോടെ ഹീറോ ഷാക്ക്. ജിമിൻ ആണോ കേൾക്കായിരുന്നു. ഇതേടെ ജിമിനാവോ എല്ലാവരും മുറുക്കായിരുന്നു. എല്ലാവരും അവരല്ലേ എന്ന് പറയും, വ്യത്യാസം എല്ലാവരും മാസ്ക് കുറിയായിരുന്നു. അതെ, ആരോട് പറയായിരുന്നു. ശരി, അത് നിങ്ങളിവിടെ ഇരിക്കണ്ട, എൻ്റെ കൂടെ വാ എന്ന് പറയായിരുന്നു. എല്ലാവരും ഹീറോയിൻ കൂടെ പോയിരുന്നു. മുകളിലിരുന്നു. അങ്ങനെ ഇരുന്ന് റൂമൊക്കെ ഹീറോയിൻ റൂമൊക്കെ ലോക്ക് ചെയ്ത് സൗണ്ട് റൂമാണ്. നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? എന്ത് പ്രശ്നം? ഫാൻ കോളുണ്ട്. ശരി, ഓക്കെ, നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് പറയായിരുന്നു ഹീറോയിൻ. ശരി, ഓക്കെ, എൻ്റെ പേര് പ്രിയ, ഞാൻ ഇന്ത്യൻ ഗേളാണ്. നടന്ന കാര്യം പറയാം, ഞാൻ ആരാണ് എന്ന് പറയായിരുന്നു. നിങ്ങൾ എനിക്ക് പിടിക്കും. അത് മാത്രമല്ല, എനിക്ക് നിങ്ങൾ ഓട്ടോഗ്രാഫ് കിട്ടിയ ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഫാൻകളാണ്. ഇതിയുടെ ബാക്കിയവർക്ക് കഴിവർക്ക് പേടിയായിരുന്നു. പ്ലീസ് എന്ന് പറയാം. ഓക്കെ, എൻ്റെ വയസ്സാരാണ് ജിമിൻകെ. എനിക്ക് നിങ്ങൾ 7 വരെ പിടിക്കുമെന്ന് പറയാം. ശരിച്ചായിരുന്നു. ശരി, ഓക്കെ, എല്ലാം നമുക്ക് ഒരു മതിയാണ് പറയായിരുന്നു. അറിയോ? ശരി, ഓക്കെ, ഹീറോയും കുറച്ച് സംസാരിക്കായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഹീറോയ്ക്ക് ഫോൺ വന്നായിരുന്നു. അങ്ങനെ ജിമ്മിൻ്റെ ഇതാക്കാൻ നോക്കും. ഫോണിൽ അർജുന എന്നുണ്ടായിരുന്നു. അർജുന ആരാ എന്നെ പറയായിരുന്നു. പ്രിയ ഫോൺ. ഹലോ അർജുൻ, എന്താ പറ്റി? എന്നെ കേൾക്കായിരുന്നു. ജിമ്മിന്ന് ശ്രദ്ധിച്ചോണ്ടായിരുന്നു. ഓക്കെ, അയ്യോ ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞ ഹീറോ. ശരി, നിങ്ങൾ ഇരുന്നോ,
ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വെളിയിൽ വന്നായിരുന്നു. ജിമ്മിൽ ഫോളോ ചെയ്ത് വന്നു. ജങ്കുക്ക് കൂടെ വന്നായിരുന്നു. ഇങ്ങനെ അർജുനെ സംസാരിക്കുക. അർജുൻ കുളന്ന മരിക്കവരെ തുടങ്ങിയായിരുന്നു. എന്താ പറ്റി ഇങ്ങനെ കെട്ടി പിടിച്ച എനിക്കറിയായിരുന്നു ബ്രേക്കപ്പായി എന്നതൊക്കെ അറിയായിരുന്നു. ഞാനൊരു പെണ്ണ് ലവ് ചെയ്തായിരുന്നു. അല്ല ബ്രേക്കപ്പ് പണിയില്ല, വൺ സൈഡ് ലവ് ചെയ്യായിരുന്നു. ആ പെണ്ണ് വേറെ ഒരാൾ ഇപ്പോൾ ഡേറ്റിങ് ചെയ്യാം, അവർക്ക് എൻഗേജ്മെൻ്റ് ഓടുന്നു എന്നൊക്കെ എഴുതിയിട്ട് പറയാം. ഇതാ പോസ്റ്റ് കൊടുത്തി എന്നൊക്കെ അറിയായിരുന്നു. അർജുൻ സമാധാനമൊക്കെ ശരി അർജുൻ സമാധാനം ആയിക്കോ എന്ന് പറയായിരുന്നു. ശരി ഓക്കെ ബായ്. ഞാൻ റൂമിൽ പോയായിരുന്നു. എന്താ നടന്നത്? ഇല്ല അവനൊരു പുറകെ നടന്നായിരുന്നു. മനസ്സിലെല്ലാം ചെയ്ത് അവൾ വേറെ ഒരാൾ മാരേജ് അവർക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നു. അത് കാര്യം പറഞ്ഞു. ഓ ഇവൻ്റെ ലവ് ചെയ്താൽ മതി പറഞ്ഞിരുന്നു. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ അവർ കൂടെ തന്നെ ജോലിയായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ജങ്കുക്ക് ഹീറോയിൻ്റെ ഫോൺ വെച്ചപ്പോൾ എടുത്ത് ലോക്ക് പോയിരുന്നു. ഫോണെടുത്ത് ജങ്കുക്ക് എന്തോ ഒന്ന് ചെയ്തായിരുന്നു ഫോണിന്. ശരി ഓക്കെ ഹീറോ ശരി ഓക്കെ അവർ പറഞ്ഞു. ശരി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇല്ല അങ്ങനെ പറഞ്ഞു. എങ്ങനെ അവർ വിട്ടായിരുന്നു. വണ്ടിയിൽ പോയി ബാ എന്ന് പറഞ്ഞവർ പോയി. അപ്പോൾ സമാധാനമായി എന്ന് പറഞ്ഞേ ഹീറോ സമാധാനമായി പറഞ്ഞു നടന്നു എന്ന്. അങ്ങനെയായിട്ട് ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. അതല്ലേ ജങ്കുക്ക് ഭയങ്കര പ്ലാൻ ചെയ്താൽ മതി. അങ്ങനെ ജങ്കുക്ക് പറയാൻ തുടങ്ങി. ബായ് ഞാൻ പോവാന്ന് പറഞ്ഞു. ജങ്കുക്ക് എന്ത് ജങ്കുക്ക് ഒന്നുമില്ല പറഞ്ഞു. ജങ്കുക്ക് ചിറ്റിട്ട് വന്നിരുന്നു. ഇങ്ങനെ കിട്ടപ്പെട്ടായിരുന്നു. അങ്ങനെ അങ്ങനെയായിട്ട് ഹീറോയി സംസാരിച്ചത് കേട്ടായിരുന്നു. അതുകൊണ്ട് ജങ്കുക്ക് എല്ലാവരും വന്ന് 3 പേര് വന്നപ്പോൾ കേട്ടു. അങ്ങനെയായിട്ട് അർജുനോട് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു 3 കുട്ടി കേട്ടു. അതുകൊണ്ട് ഹീറോയിനെ ഫോളോ ചെയ്ത് വന്നിരുന്നു 3 പേര്. അങ്ങനെ ഹീറോയിൻ്റെ ഇങ്ങനെ സാരി ഉണ്ട്. അവർ 7 പേരെ ഹീറോയിനെ ഓർക്കായിരുന്നു. ആ സാരിയിൽ ഭയങ്കര ആ ഡ്രസ്സ് എന്ത് ഡ്രസ്സെന്ന് അറിയില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 പേർക്കും അതേ ഇപ്പോൾ ഹീറോയിൻ സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അതേ തണുപ്പിലാണ് ഉണ്ടായിരുന്നു 7 പേർ ഹീറോയിൻ. അങ്ങനെ ഹീറോയിനെ ഫോളോ ചെയ്ത് ജിമ്മിൻ ഫോളോ അല്ല 3 പേര് ഹീറോയിനെ ഫോളോ ചെയ്ത് വരായിരുന്നു. ഒരാളത് ഫോളോ ചെയ്തു. 3 പേര് നീ എന്താ ഇവിടെ ചെയ്യുന്നത് 2 പേര് കേൾക്കാൻ തുടങ്ങിയായിരുന്നു. 2 പേർ ഇല്ല ഒന്നില്ല ചുമ്മാ വെറുതെ വന്നതാണെന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയിനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. ഫോളോ ചെയ്തിട്ട് കണ്ടുപിടിച്ചു എന്ന്